സാനുമാഷിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി സ്വീകരണം നൽകുകയാണ്. ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. പരിപാടിയിലേക്ക് തന്നെ. സാനുമാഷ് ഷഷ്ഠ്യബ്ദപൂർത്തിയിലെത്തിയപ്പോഴും സപ്തതിയിൽ എത്തിയപ്പോഴും നവതിയിൽ എത്തുമ്പോഴുമൊക്കെ ആ വേളകളെല്ലാം കേരളമാകെ, മലയാളികളാകെ ആഘോഷമാക്കി മാറ്റുന്നത്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അവരുടെ കുടുംബങ്ങളും മാത്രമാണ് ആഘോഷിക്കാറുള്ളത്. സാനുമാഷിൻ്റെ കുടുംബം കേരളം പൊതുവിലാണ്. കുടുംബാംഗങ്ങൾ മലയാളികളാകെയാണ്. അതുകൊണ്ട് തന്നെ സാനുമാഷിൻ്റെ നവതി മാഷിൻ്റെ കുടുംബത്തിൻ്റെ മാത്രമായ സന്തോഷവേളയാവാതെ കേരളത്തിൻ്റെ ആകെ സന്തോഷവേളയാവുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതൊരു വളരെ വിലപ്പെട്ട അനുഭവമായി മാറുകയാണ് എന്നുകൂടി പ്രസ്താവിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും സാനുമാഷ് വായനയ്ക്കും പഠനത്തിനും വേണ്ടിയാണ് മാറ്റിവെച്ചത്. അങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പ്രസരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ചു. ആ വെളിച്ചം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രബന്ധങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ സമൂഹത്തിലാകെ പടർത്തുകയും ചെയ്തു. അങ്ങനെ ഈ സമൂഹത്തെയാകെ, പല തലമുറകളെയാകെ അറിവിൻ്റെ തെളിഞ്ഞ വെളിച്ചത്തിലേക്ക് മാറ്റി നിർത്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. സാനുമാഷ് എന്നൊരാൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകം ഇത്രത്തോളം വെളിച്ചമുള്ളതാകുമായിരുന്നില്ല എന്നതാണ്. നമ്മുടെ പുതുതലമുറ ഇത്രത്തോളം സാമൂഹ്യ സാംസ്കാരിക ബോധമുള്ളവർ ആവുമായിരുന്നില്ല. അത്ര വിപുലമായ രീതിയിൽ സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തെ പ്രബുദ്ധമാക്കുന്നതിനിടപെട്ട വ്യക്തിയാണ് സാനുമാഷ്. ആ നിരയിലുള്ള വ്യക്തികൾക്കൊന്നും പുതിയ കാലത്ത് പകരം വെക്കാൻ ആളുകളില്ല എന്നത് നാം ഓർമ്മിക്കണം. പകരക്കാരനില്ലാത്ത മഹാവ്യക്തിത്വമെന്ന് ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സാനുമാഷിനെ നമുക്ക് മനസ്സിലാക്കാനാവും. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച് ആ ചരിത്രവുമായി ഇടകലർന്ന് വളർന്നു വന്ന ജീവിതമാണ് സാനുമാഷിൻ്റേത്. പല തലമുറകൾക്ക് ഗുരുനാഥനായ, മലയാളിക്ക് സാഹിത്യ ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുശ്രേഷ്ഠരായ നിരവധി മഹത്തുക്കളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത ആദരണീയനായ നിരൂപകനും ജീവചരിത്രകാരനും അധ്യാപകനും
പ്രഭാഷകനുമൊക്കെയാണ് അദ്ദേഹം. കഴിഞ്ഞ 6-7 പതിറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് ചാലുകീറിക്കൊണ്ട് മുൻപേ നടന്ന വ്യക്തിത്വം എന്ന് പറയണം. സമൂഹവുമായി ഗാഢമായ ബന്ധം പുലർത്തിക്കൊണ്ടാണ് സാനുമാഷ് എന്നും ജീവിച്ചത്. ആ ബന്ധം പടർത്തുന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാമുണ്ട്. സാഹിത്യ നിരൂപണ കൃതികളുടെ കാര്യമെടുക്കുക. സാമൂഹ്യവും സൗന്ദര്യാത്മകവുമായ പശ്ചാത്തലത്തിൽ ഒരുപോലെ മനസ്സൂന്നി മാത്രമേ അദ്ദേഹം സാഹിത്യകൃതികളെ മൂല്യനിർണ്ണയം ചെയ്തിട്ടുള്ളൂ. എഴുത്തുകാരൻ്റെ സ്വതന്ത്ര വ്യക്തിത്വത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അയാൾക്ക് സമൂഹത്തോടുള്ള ബന്ധം എന്ത് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പല നിരൂപകരും കൃതികളുടെ സൗന്ദര്യാംശം മാത്രം പരിശോധിച്ചപ്പോൾ സാമൂഹ്യാംശം കൂടി പരിശോധിക്കാൻ സാനുമാഷ് ശ്രദ്ധ വെച്ചു. എന്നും മാനവികതയോടൊപ്പം അദ്ദേഹം നിലകൊണ്ടു. അതിന് പ്രേരകമായ ദർശനം മുഖ്യമായും ശ്രീനാരായണ ഗുരുവിൽ നിന്നും കിട്ടിയതാണ് താൻ. ആ നവോത്ഥാന സാഹിത്യത്തെ കാലാനുസൃതമായി നവീകരിച്ച് പുതിയ സാഹചര്യമൊരുക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് തെളിവാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ആഭിമുഖ്യം. സംഹാരാത്മകമായ നിലപാടുകൾ ഒരിക്കലും അദ്ദേഹം എടുക്കാറില്ല. കൃതി വ്യാഖ്യാനിച്ച് ആസ്വാദകന് അനുഭൂതികൾ പകർന്നു കൊടുക്കുന്ന ആസ്വദിപ്പിക്കലിൻ്റെ നിലപാടുകൾ എടുക്കാനാണ് എന്നും സാനുമാഷ് ശ്രമിച്ചിട്ടുള്ളത്. കേൾവിക്കാരൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രഭാഷണങ്ങളാണ് സാനുമാഷിൻ്റേത്. 60 കൊല്ലം മുൻപ് കാർത്തികപ്പള്ളിയിൽ മുണ്ടശ്ശേരി മാഷ് അധ്യക്ഷനായി നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മുൻപൊരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സാനുമാഷും ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. തൻ്റെ നിലപാടുകളോട് ഒട്ടൊന്ന് വിയോജിച്ചുകൊണ്ട് സാനുമാഷ് പ്രസംഗിച്ചതിനെക്കുറിച്ച് അന്ന് മുണ്ടശ്ശേരി മാഷ് ശക്തമായ പ്രസംഗം എന്നഭിപ്രായപ്പെട്ടു. ആ പ്രസംഗത്തിൻ്റെ ശക്തിയും ചൈതന്യവും കേരളം അതുമുതൽ ഇങ്ങോട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രസംഗം കേൾക്കാൻ എത്തിയവരിൽ ഒരാൾ സാനുമാഷിൻ്റെ ഗുരു കൂടിയായ ആർ സുഗതനായിരുന്നു. അന്ന് ശിഷ്യനെ അരികെ വിളിച്ച് സുഗതൻ സാർ പറഞ്ഞത്, ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. സുഗതൻ സാർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് അന്ന് പറഞ്ഞത് സത്യമായി. സാനുമാഷിൻ്റെ പ്രസംഗം പിൽക്കാലത്ത് കേരളത്തിനാകെ അവകാശപ്പെട്ടതായി, പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക്. മലയാളത്തിൽ ജീവചരിത്ര സാഹിത്യശാഖയെ ഇതുപോലെ സമ്പന്നമാക്കിയ മറ്റൊരാളില്ല എന്ന് പറയാം. സാനുമാഷ് എഴുതിയ ജീവചരിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാരായണ ഗുരുസ്വാമി തന്നെ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരുപാട് ജീവചരിത്ര കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാനുമാഷിൻ്റേതിനോളം ദാർശനിക ഉൾക്കാഴ്ചയും സമഗ്രതയും
മറ്റേതെങ്കിലും കൃതിക്കുണ്ടോ എന്ന് സംശയമാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര കൃതിയാകട്ടെ ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്നതും, എന്നാൽ ചങ്ങമ്പുഴയുടെ മനസ്സിനെയും ജീവിതത്തെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ച പകരുന്നതുമായ ജീവചരിത്ര കൃതിയാണ്. സഹോദരൻ അയ്യപ്പൻ മുതൽ വൈക്കം മുഹമ്മദ് ബഷീർ വരെ എത്രയോ പേരെക്കുറിച്ച് കേരളീയർ, പുതിയ തലമുറ സമഗ്രതയോടെ അറിഞ്ഞത് സാനുമാഷ് രചിച്ച അവരുടെ ജീവചരിത്ര കൃതികൾ പുറത്തു വന്നപ്പോഴാണ്. ഇത് മനസ്സിൽ വരുമ്പോഴാണ് ജീവചരിത്ര ശാഖയ്ക്ക് ഇത്രയേറെ സംഭാവന ചെയ്ത മറ്റൊരാളില്ല എന്ന് വിലയിരുത്തേണ്ടി വരുന്നത്. സാധാരണ വായനക്കാരനെ പോലും നിരൂപകൻ്റെ ഉയർന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കുകയും അയാൾക്ക് കൃതിയിലെ സൗന്ദര്യാനുഭവം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവാത്മകമായ നിരൂപണ രീതിയാണ് എന്നും സാനുമാഷ് അനുവർത്തിച്ചത്. പ്രഭാത ദർശനം, രാജവീതി, അവധാരണം തുടങ്ങിയ എത്രയോ കൃതികളിൽ ഇത് കാണാൻ കഴിയും. ഉൽപ്പതിഷ്ണത്വമുള്ളൊരു മനസ്സ് എന്നും സാനുമാഷ് സൂക്ഷിച്ചിട്ടുണ്ട്. സർ CP-യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ശക്തിപ്പെടുകയും SNDP അതിനെ അനുകൂലിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ശ്രീനാരായണ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സാനുമാഷെ പോലുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ CP-ക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ആ ഉൽപ്പതിഷ്ണത്വമാണ് ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ സുഗതൻ സാറിനെ പ്രേരിപ്പിച്ചത് എന്നതും ഓർമ്മിക്കണം. ആ ഉൽപ്പതിഷ്ണത്വത്തിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള മനസ്സ് കാട്ടാൻ പിന്നീടൊരിക്കൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ചിന്തകളുടെ തുടർച്ചയായി കൂടിയാണ് സാനുമാഷ് എന്നും പുരോഗമനാശയ രംഗത്ത് നിലകൊണ്ടത് എന്ന് കാണാൻ വിഷമമില്ല. പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടൊരു ഘട്ടത്തിൽ ശക്തമായ നിലപാടെടുക്കാനുള്ള ധീരത അദ്ദേഹം കാട്ടിയെന്നതും എടുത്തു പറയണം. മനുഷ്യനോടും മനുഷ്യത്വത്തോടും ചേർന്ന് നിൽക്കുന്ന മനസ്സ്, അതാണ് സാനുമാഷിനെ ഇത്തരം സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളിൽ എത്തിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന ക്ഷണം സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇടതുപക്ഷ ആഭിമുഖ്യം തന്നെയാണ്. ജീവചരിത്രകാരൻ, കലാസാഹിത്യ വിമർശകൻ, പത്രാധിപർ, പ്രഭാഷകൻ, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, നിയമസഭാ സാമാജികൻ, സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നിങ്ങനെ ഏതെല്ലാം നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായി. തൊട്ടതെല്ലാം മികച്ചതാക്കിയ ധന്യജീവിതം എന്നാവണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ. അപൂർവം പേർക്ക് മാത്രം സാധ്യമായ ഒരു സവിശേഷ ധന്യതയാണത്. അധ്യാപകനെന്ന നിലയിൽ എത്രയോ തലമുറകളെ വിശേഷജ്ഞാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തി. പ്രഭാഷകൻ എന്ന നിലയിൽ നവീനവും പുരോഗമനപരവുമായ ചിന്തകളുടെ പ്രകാശം പരത്തി. പത്രാധിപർ എന്ന നിലയിൽ എത്രയോ ഇളം പ്രതിഭകളെ അദ്ദേഹം കൈപിടിച്ചുയർത്തി. ഇതൊക്കെ തന്നെയാണ് ഒരു ജീവിതത്തെ ധന്യമാക്കുന്ന ഘടകങ്ങൾ. നാടകത്തെക്കുറിച്ച്
നാടകവിചാരം എന്ന പ്രാമാണിക ഗ്രന്ഥം അദ്ദേഹം എഴുതി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളെയും നാടക സിദ്ധാന്തങ്ങളെയും പരിചിതമാക്കിയ കൃതിയാണത്. പല തലമുറകളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച അധ്യാപനത്തിൻ്റെ നീണ്ട ചരിത്രം ആ ജീവിതത്തിലുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളീയരെ സാഹിത്യരംഗത്ത് പ്രബുദ്ധമാക്കിയ പ്രഭാഷണ ചരിത്രം ആ ജീവിതത്തിലുണ്ട്. വിശിഷ്ടങ്ങളായ ലോകകൃതികളെ മനോഹരമായ ഭാഷയിൽ വായനക്കാർക്ക് പരിചയപ്പെടുത്തിയ വിമർശന ചരിത്രമുണ്ട്. ലോകം ശ്രദ്ധിക്കേണ്ട മലയാളത്തിൻ്റെ മഹാപ്രതിഭകളുടെ സാഹിത്യ ജീവിത വ്യക്തിത്വ വിശേഷങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത ജീവചരിത്ര രചനയുടെ ചരിത്രം അതിലുണ്ട്. ഇങ്ങനെ നോക്കിയാൽ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാനു മാഷ്. മാഷിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. മാഷിന് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട സാനുമാഷിനോട് എറണാകുളം പൗരാവലിക്കുള്ള സ്നേഹാദരങ്ങളുടെ പ്രതീകമായി അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്ന ചടങ്ങാണ് അടുത്തത്. പൊന്നാടി അണിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സാനുമാഷിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിന് എന്നും താങ്ങും തണലുമായി കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതസഖി രത്നമ്മ ചേച്ചിയെ പൊന്നാടയണിയിച്ച് മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. എറണാകുളം പൗരാവലിയുടെ സ്നേഹപ്രതീകമായി ഒരു ഉപഹാരം സാനു മാസ്റ്റർക്ക് സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ അഭിമാനമായ സിനിമാ താരം മമ്മൂട്ടിയും ചേർന്ന് ഉപഹാരം നൽകുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി മുൻ MP-യും ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായ ശ്രീ P. രാജീവിനെ ക്ഷണിക്കുന്നു. സാനുമാഷിൻ്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി സ്വീകരണം നൽകുകയായിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു.